Today is the last series, the portion episode of the series, The Plan of God. ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ആ പരമ്പരയുടെ അവസാനത്തെ ഭാഗമായിരിക്കും ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. And I thank God for Shobi who read the Psalm 33 to remind us again we have not finished that portion. സങ്കീർത്തനം 33 വായിച്ച് സഹായിച്ച ശോഭിക്കായിട്ട് ഞാൻ ഈ സമയം നന്ദി പറയുന്നു. Psalm number 33 verse number 11. 33 സങ്കീർത്തനം 11 വാക്യം. Psalm number 33 verse number 11. 33 സങ്കീർത്തനം 11 വാക്യം. But the plans of the Lord stand firm forever. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. Everybody say the plans of the Lord stand firm forever. എല്ലാവർക്കും പറയാം ദൈവത്തിന്റെ ആലോചന സ്ഥിരമായി നിൽക്കുന്നു. Our plans may not work, but God's plan will prevail. നമ്മുടെ പദ്ധതികൾ നടപ്പായി എന്ന് വരില്ല, പക്ഷേ ദൈവത്തിന്റെ ആലോചന നിറവേറുക തന്നെ ചെയ്യും. But the best part is God's plan is greater than our plans. അതിലെ മഹത്തമായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതിയേക്കാൾ വലുതാണ്. You should be happy if your plans may not happen, because God is having a greater plan for you. നമ്മുടെ ആലോചനകൾ നടപ്പായില്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കണം, കാരണം നമ്മെക്കുറിച്ച് വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്. Some of you may not get happy if your plans don't succeed. നമ്മൾ ചിലർ നമ്മുടെ പദ്ധതികൾ നടപ്പായില്ലെങ്കിൽ നമ്മൾ വിഷണ്ണരായി തീരാറുണ്ട്. Sometimes my daughter is like that. ചിലപ്പോൾ എൻ്റെ മകൾ അതുപോലെയാണ്. She asks for a bread. If I give her a chicken piece, she'll say, I asked for a bread, why did you give a chicken piece? അവൾ ഒരു ആഹാരം ചോദിച്ച് ഞാൻ മറ്റൊന്നാണ് കൊടുത്തതെങ്കിൽ അവൾ എന്നോട് അതിനെക്കുറിച്ച് പരിഭവിക്കാറുണ്ട്. I said chicken piece is way better than a bread piece. ഞാൻ ചിക്കനാണ് കൊടുക്കുക, ഞാൻ പറയും ചിക്കൻ പീസ് നീ ചോദിച്ച ആഹാരത്തേക്കാൾ നല്ലതാണ്. But she says I will be happy if you give me a bread piece. എന്നാൽ അവൾ പറയും എനിക്ക് നീ ബ്രെഡ് തന്നിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവതിയായെന്ന് പറയും. Some people are like that. Even when we have higher plan, God gives us, we want that lower plans to succeed. ചില വ്യക്തികൾ അങ്ങനെയാണ്. ദൈവം നമ്മളെക്കുറിച്ച് വലുത് ആലോചിക്കുമ്പോഴും അവർ ചിന്തിച്ച ആ ചെറിയ കാര്യത്തിലാണ് സംതൃപ്തി. So today when we are studying this verse, let us give our plans to the hands of God. ഇന്ന് നാം ഇത് പഠിക്കുമ്പോൾ നമ്മുടെ പദ്ധതികളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. And say, Lord, let your plan prevail. This is my plan, but let your plan prevail. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ പദ്ധതി ഇതാണ്, എന്നാൽ എൻ്റെ പദ്ധതിയല്ല അങ്ങയുടെ ആലോചന നിറവേറണമെന്ന് പ്രാർത്ഥിക്കാം. So for today's study, I will take you into a beautiful story in the book of Judges. ഇന്നത്തെ പഠനത്തിനായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് തിരിയാം. Judges chapter number 6, 7 and 8 is the chapters for meditating. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7 and 8. 6 അധ്യായം 7 No, 6, 7, 8. 6, 7, 8 അധ്യായം. Because he thought, how will I preach all the 3 chapters? Yeah, so I'm not going to do all the preaching from all the chapters, but I will be picking up some verses from 3 chapters. ഈ 3 അധ്യായങ്ങളിൽ നിന്നും ചില വചനങ്ങൾ മാത്രം ഞാൻ എടുത്ത് സംസാരിക്കുന്നതായിരിക്കും. The first verse, the Israelites did evil in the eyes of the Lord. The Israelites did evil in the eyes of the Lord. Judges 6:1. ആദ്യത്തേത് 6 അധ്യായം 1 വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. This is a common statement in the book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാധാരണമായിട്ട് പറയുന്ന ഒരു വാചകമാണിത്. The people of Israel did evil in the eyes of the Lord. യഹോവയുടെ ദൃഷ്ടിയിൽ ഇസ്രായേൽ മക്കൾ ദുഷ്ടത പ്രവർത്തിച്ചു. What they did? Evil in the eyes of the Lord. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. Who did? Israel did. ആരാണ് ചെയ്ത്? ഇസ്രായേൽ ചെയ്തു. Who is Israel? God's people. ഇസ്രായേൽ മക്കൾ ആരാണ്? യഹോവയുടെ മക്കളായിരുന്നു. Even when you are God's people, can you do something evil? ദൈവത്തിന്റെ മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? The Bible says yes, you can do it. ദൈവവചനത്തിൽ പറയുന്നു അങ്ങനെ സംഭവിക്കാം. You know, they come to church, they pray, but still sometimes they can do some evil stuff. അവർ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും, എന്നാലും അവർക്ക് ചില മോശമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. But the thing that you need to understand, when God's people do evil, there is a consequence. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവജനം തെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പരിണിത ഫലമുണ്ട്. When my little baby does a mistake, probably will not punish the child. എൻ്റെ കൊച്ചു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ ഞാൻ ചിലപ്പോൾ അതിന് ശിക്ഷിക്കയില്ലായിരിക്കാം. The thing that we say, oh baby, നമ്മൾ പറയുന്നു, ഓ മോനെ അങ്ങനെ ചെയ്യരുത്. we may get grumpy a little bit. നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നേക്കാം. But if my wife does it, എന്നാൽ എൻ്റെ ഭാര്യ അതേ തെറ്റ് ചെയ്താൽ,
she will have the consequence of it. അതിന്റെ പരിണത ഫലം അവിടെ ഉണ്ടാകും. I will not say, oh, it's all right, you do it, and I will not leave it, because that's having a consequence, because you know what is right and wrong. കാരണം അത് ലളിതമായ ഒരു കാര്യമല്ല. അത് നമുക്ക് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. Here, Israelites knew the heart of God. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയാമായിരുന്നു. Still, they did bad against God. എന്നിട്ടും ദൈവത്തിന് വിരോധമായിട്ട് അവർ പാപം ചെയ്തു. Only one thing God had told the people: when you go into the foreign land, I will give you the foreign land, but not even a single thing of the foreign land you need to take it. ഒരേ ഒരു കാര്യം മാത്രമേ ദൈവം അവരോട് പറഞ്ഞുള്ളൂ: നിങ്ങൾ അന്യരുടെ ദേശത്ത് പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ എടുക്കരുത്. You can do anything, but don't copy the patterns of Canaan. നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ കനാൻ ദേശക്കാരുടെ ആ രീതികൾ നിങ്ങൾ സ്വീകരിക്കരുത്. But they did it. എന്നാൽ അവർ അങ്ങനെ ചെയ്തു. And God was not happy with it. ആ കാര്യം അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവം സന്തോഷവാനായിരുന്നില്ല. So what did God do? He gave for 7 years. He gave them into the hands of the Midianites. അതുകൊണ്ട് മിദ്യാനരുടെ കരങ്ങളിലേക്ക് അവരെ 7 വർഷം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. See, these people themselves invited problem in their life. അവർ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നത്തെ വിളിച്ചു വരുത്തിയത്. Can you and I invite problem into our life? നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നത്തെ വിളിച്ചു വരുത്താൻ സാധിക്കുമോ? God doesn't want to punish anybody. ദൈവത്തിന് ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹമില്ല. He doesn't want the Midianites to overpower us. മിദ്യാനർ ഇസ്രായേൽ മക്കളുടെ മേൽ ജയമെടുക്കുവാൻ യഹോവയ്ക്ക് ആഗ്രഹമില്ല. He wants his children to be happy always. ദൈവജനം ജയമെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. But sometimes when we rebel against God, എന്നാൽ ചിലപ്പോൾ നാം ദൈവത്തിന് വിരോധമായി മത്സരിക്കുമ്പോൾ he will give us for 7 years. അവൻ നമ്മെ 7 വർഷത്തേക്ക് ചിലപ്പോൾ ഏൽപ്പിച്ചു കളയും. 7 is the time of God. 7 എന്നുള്ള ദൈവത്തിന്റെ സമയമാണ്. And God will give us into some time. അങ്ങനെ ദൈവം ചില സമയത്തേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. He will not give us forever and ever. എന്നാൽ എന്നേക്കുമായിട്ട് ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. And that is a confidence, and I am happy about it. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. I prefer to be punished for a certain small time rather going to hell for eternity. സ്ഥിരമായിട്ട് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഒരു കുറച്ച് സമയത്തേക്ക് ശിക്ഷിക്കപ്പെടുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. You know, you take some medications for cancer, it is hard, your hair will fall, blisters will come into your mouth. I prefer to get that rather than to die in my young age. ക്യാൻസർ വന്ന് മരിക്കുന്നതിനേക്കാൾ അതിന് എതിരായിട്ടുള്ള മരുന്നുകൾ, അതിന് പരിണത ഫലങ്ങൾ ഉണ്ടെങ്കിലും സ്വീകരിക്കുന്നതാണ് നല്ലത്. It is good to have the consequence for a small time rather than to be pushed into the damnation forever and ever. എന്നേക്കുമായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കാൾ നല്ലത് കുറച്ച് സമയത്തേക്കുള്ള ഒരു പരിണത ഫലം അനുഭവിക്കുന്നത് തന്നെയാണ്. But today I am not welcoming you into getting into that part, because we are called a people with a difference. നാം ഒരു പ്രത്യേകതയുള്ള ജനമായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want anybody sitting here to fall into the hands of the Midianites even for one day. ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും മിദ്യാനരുടെ കരങ്ങളിലേക്ക് ഇവിടെ ഇരിക്കുന്ന ആരും വീണുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Because the Midianites are horrible. കാരണം മിദ്യാനർ വളരെ പ്രയാസമുള്ള ആ വ്യക്തികളാണ്. Because the second verse is, because of the power of Midian, the people of Israel were living in the rocks and in the cleft and in small little hideouts. മിദ്യാനരുടെ ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ ഗുഹകളിലും മറ്റും ഒളിക്കുകയായിരുന്നു അന്ന്. It's not an easy thing to do. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല It is ചെയ്യുവാനായിട്ട്. a very hard thing, I say very clearly. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. So now they were rebellious. God punished them for 7 years. അതുകൊണ്ട് അവർ ദൈവത്തിന് വിരോധമായി മത്സരിക്കുകയും ദൈവം അവരെ 7 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. But again, one more verse is very clear in this part. ഒരു വാക്യം കൂടി അവിടെ പ്രധാനപ്പെട്ടായിട്ടുണ്ട്. When the Israelites cried out, verse number 7. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. When the Israelites cried out to the Lord. യഹോവയുടെ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ, See, the first verse is they made a mistake. ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ തെറ്റ് ചെയ്തു. But verse number 7 says they cried out. എന്നാൽ 7-ാം വാക്യത്തിൽ പറയുന്നു അവർ നിലവിളിച്ചു. See, for us there is a place that we can cry out. അതുകൊണ്ട് നമുക്ക് കരയുവാൻ സാധിക്കുന്ന ഒരു ഇടമുണ്ട്. Even when we do mistakes, we can come to a place and cry out. നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് അവിടെ കടന്നു വന്ന് ദൈവത്തോട് നിലവിളിക്കാനായിട്ട് സാധിക്കും. The other people in the world don't have that privilege. ലോക ജനതയ്ക്ക് അങ്ങനെ ഒരു അവസരമില്ല. We have a privilege to come to Jesus and say, Jesus, I mucked up my life. I want you to restore something. എന്നാൽ നമുക്ക് എപ്പോഴും യേശുവിന്റെ
യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാൻ അവസരമുണ്ട്. When the prayer went to God, അങ്ങനെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ God sent an angel. ദൈവം ഒരു ദൂതനെ അയച്ചു. And the person that God sent an angel, his name was Gideon. ആ ദൂതന്റെ പേര് ഗിദെയോൻ എന്നായിരുന്നു. ആ ദൂതന്റെ പേരല്ല, ദൂതൻ അയച്ച വ്യക്തിയുടെ പേര് ആ ഗിദെയോൻ. വ്യക്തിയുടെ പേര് So God sent an angel to Gideon. ഗിദെയോന്റെ സന്നിധിയിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചു. Who is Gideon? ആരാണ് ഗിദെയോൻ? You don't need to read all those. I'll tell you in a story nutshell. He is from a tribe called Manasseh. അവൻ മനശ്ശെ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. Who is Manasseh, you know? മനശ്ശെ ആരാണ്? They are the two sons, one among the sons of Joseph. ജോസഫിന്റെ മക്കളിൽ ഒരുവനായിരുന്നു. The other son's name is Ephraim. അടുത്ത വ്യക്തിയുടെ പേര് എഫ്രൈം എന്നായിരുന്നു. And this guy was born in the group of Manasseh. മനശ്ശെ വിഭാഗത്തിലാണ് ഈ വ്യക്തി ജനിച്ചത്. And then what exactly you further see, this fellow was born to a man called Joash. ജോവാഷ് എന്ന് പറയുന്ന ആ വ്യക്തിക്കാണ് ഈ മനുഷ്യൻ ജനിച്ചത്. Joash was his father. ജോവാഷ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. So verse number 11, come on, read verse number 11. 11ാം വാക്യം. The angel of the Lord came and sat down under the oak in Ophrah that belonged to Joash the Abezerite, where his son Gideon was threshing wheat in a winepress to keep it away from the Midianites. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാസിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. So this man called Gideon is not a brave fellow. ഈ ഗിദെയോൻ എന്ന പേരുള്ള വ്യക്തി ഒരു ധൈര്യശാലി ആയിരുന്നില്ല. So what is he doing? എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? Number one, he was afraid of the Midianites. ഒന്നാമത്തേത് മിദ്യാനെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. And he was a farmer of wheat. അദ്ദേഹം ഗോതമ്പ് കൃഷി ചെയ്യുന്ന കൃഷിക്കാരനായിരുന്നു. So after the harvest of the wheat, normally the trampling of the wheat happens in the place the harvest has taken. സാധാരണയായിട്ട് വിളവെടുപ്പ് കഴിയുമ്പോൾ അത് ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അത് മെതിക്കാറ്. Wheat harvest and wine harvest are opposite harvest times. ഗോതമ്പിന്റെ വിളവെടുപ്പും വീഞ്ഞിന്റെ വിളവെടുപ്പും മുന്തിരിയുടെ വിളവെടുപ്പും രണ്ട് സമയത്താണ് നടക്കുന്നത്. So this man had a plan. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. As I said, everybody has to have a plan, right? ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ പദ്ധതികളുണ്ട്. So the plan that Gideon had was, ഗിദെയോന്റെ പദ്ധതി എന്ന് പറയുന്നത്, I can trick the Midianites now. മിദ്യാനരെ കബളിപ്പിക്കാമെന്നുള്ളതായിരുന്നു. How I will do that? എങ്ങനെ ഞാനത് ചെയ്യും? These Midianites will be looking at the wheat area. ഈ മിദ്യാനര് ആ ഗോതമ്പ് വിളവെടുക്കുന്ന ആ കൊയ്യുന്ന സ്ഥലത്തേക്കായിരിക്കും നോക്കുന്നത്. The wine area will not be in attraction. മുന്തിരിയുടെ ആ ഭാഗത്തേക്ക് അവർ നോക്കുകയില്ല. So I will take my wheat and I will put near the wine press and do it. അതുകൊണ്ട് ഞാൻ ഗോതമ്പെടുത്ത് മുന്തിരിച്ചക്കിനരികെ കൊണ്ടുപോയി മെതിക്കും. So these things are very important. You need to really know why he did what he did. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. You know, sometimes we can do those tricks, right? ചിലപ്പോൾ നമുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. Small tricks. The Midianites may not see, but God sees it. ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മിദ്യാനർ കാണുന്നില്ലെങ്കിലും ദൈവം അത് കാണുന്നു. He was a very afraid man, I said. അദ്ദേഹം വളരെ ഭയമുള്ള വ്യക്തിയായിരുന്നു. Otherwise he would not do that. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ലായിരുന്നു. He was a shrewd man. അദ്ദേഹം വളരെ ബുദ്ധിശാലിയായിരുന്നു. That is the reason he did that. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. Now the angel is coming straight where he is sitting. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് കടന്നു വരികയാണ്. And the statement that God's angel is telling is, യഹോവയുടെ ദൂതൻ പറയുന്ന കാര്യം, you are, come on, I want you to read that verse. Come on. The angel of the Lord came and sat under the oak in Ophrah, belonged to Joash, where his son Gideon was threshing wheat in the winepress to keep it away from Midianites. When the angel of the Lord appeared to Gideon, he said, the Lord is with you, mighty warrior. അദ്ദേഹം യഹോവയുടെ ദൂതൻ വന്ന് അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. If you are very thin, if I come to you and say, you are fat, what do you mean? വളരെ മെലിഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് നീ വണ്ണമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? Man, you are teasing me, right? നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കും. Gideon is doing what he is doing because he was trembling against the Midianites. ഗിദെയോൻ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ ചെയ്ത് അവന് ഭയമുള്ളത് കൊണ്ടാണ്. But now the angel is saying, you are a warrior, mighty warrior. എന്നാൽ യഹോവയുടെ ദൂതൻ അവനോട് പറയുന്നു, നീ ഒരു പരാക്രമശാലിയാണെന്ന്. The fellow Gideon was saying, God, you are making that sarcastic statement and putting me down again and again. ആ ഗിദെയോൻ ചിന്തിച്ചിട്ടുണ്ടാവും കർത്താവ് അവനെ കളിയാക്കുകയാണെന്ന്. Then he says, pardon me, Lord, what are you talking? ഗിദെയോൻ അവനോട് എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നു. But
if you are with us, why things are happening like this? ആ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് If you ചോദിക്കുന്നു. are so mighty, you are with us, why the Midianites are overpowering us? യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മിദ്യാനർ ഞങ്ങളുടെ മേൽ ജയമെടുക്കുന്നു? Sometimes we ask God the same question, even though we know the answer is because of our mistakes, they are doing it. ചിലപ്പോൾ നാമും അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ തെറ്റുകൾ കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിലും നമ്മളും ദൈവത്തോട് അങ്ങനെ ചോദിക്കാറുണ്ട്. Now Gideon gets a very clear reply. Gideon, you are a mighty warrior and I am going to use you. അവിടെ വളരെ വ്യക്തമായ ഒരു മറുപടി ലഭിക്കുകയാണ്. ഗിദെയോനെ, നീ ഒരു പരാക്രമശാലിയാണ്, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന്. Now Gideon says like this, verse number 15. Pardon me, Lord, Gideon replied, but how can I save Israel? My clan is the weakest in Manasseh. Everyone hear it. My clan is the weakest in Manasseh. 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. Two things he's saying. My clan is the weakest and I am the most silliest in my രണ്ട് family. കാര്യം അവിടെ പറയുന്നു. എന്റെ കുലം എളിയതും ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും ചെറിയവനുമാണ്. My brothers are all smart. എന്റെ സഹോദരന്മാരെല്ലാം My മിടുക്കരാണ്. sisters are all doctors. എന്റെ സഹോദരിമാരെല്ലാം I ഡോക്ടർമാരാണ്. am the most idiot. ഞാനാണ് ഒന്നിനും കൊള്ളാത്തവൻ. And now you are saying you are going to use me? അങ്ങനെയുള്ള എന്നോട് പറയുകയാണ് എന്നെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന്. How can you do that? എങ്ങനെ അത് സംഭവിക്കും? Sometimes God plays a very funny part in our life. ചിലപ്പോൾ ദൈവം വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. God likes humor. ദൈവത്തിന് തമാശ ഇഷ്ടമാണ്. He will use the most weak and do the strongest work. അവൻ ഏറ്റവും ബലഹീനരെ തെരഞ്ഞെടുത്ത് മറ്റവരെ ലജ്ജിപ്പിക്കാൻ That is the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. In the New Testament also he did that. He picked up a Peter and made him a bishop. പുതിയ നിയമത്തിലും കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പത്രോസിനെ തെരഞ്ഞെടുത്ത് The weakest people God is ready to choose. ഏറ്റവും ബലഹീനരെ തെരഞ്ഞെടുക്കുവാൻ ദൈവം സന്നദ്ധനാണ്. Why? Probably he wants the glory to belong to him and him alone. മഹത്വം ദൈവത്തിന് മാത്രം ലഭിക്കാൻ വേണ്ടിയായിരിക്കാം ദൈവം അങ്ങനെ ചെയ്യുന്നത്. So now God took Gideon, and this fellow had put hundreds and hundreds of things before God. ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തു. എന്നാൽ പല വിധത്തിലുള്ള ഒഴിവഴിവുകളും പറയുന്നു. I am weak, my family is weak, I belong to Manasseh, I am a Benjamin. Every story he says. ഞാൻ ബലഹീനനാണ്, എന്റെ കുലം എളിയതാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണൊക്കെ അവൻ പറയുകയാണ്. But God is not giving up on him. എന്നാൽ ദൈവം വിട്ടുകൊടുക്കുന്നില്ല. Because the plans of God will prevail. കാരണം ദൈവത്തിന്റെ പദ്ധതി Hallelujah. How much ever you try to run away, my God is not going to allow you to run. നമ്മൾ എത്രയധികം ഓടി ഒളിക്കുവാൻ ശ്രമിച്ചാലും ദൈവം നമ്മെ വിട്ടുകൊടുക്കുകയില്ല. Even if you think, yourself think, your wife tell you or your husband tell you, you are the most idiot, my God is not going to give up on you. നിങ്ങളൊരു കഴിവില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് അടുപ്പമുള്ളവർ അങ്ങനെ പറഞ്ഞാലും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. He is wanting to use you so that something can happen in a community. ഒരു സമൂഹത്തിൽ ചില വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. So this man gave two tests to God. Putting a test to God is an amazing thing. ഗിദെയോൻ അങ്ങനെ രണ്ട് പരീക്ഷകൾ ദൈവത്തിന് മുമ്പിൽ വെക്കുകയാണ്. Have you tested God? നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ? Have you? Somebody has. Praise God for that. Yes, our God wants to see us having that faith and put God into the test. നമ്മുടെ ദൈവം അത് ആഗ്രഹിക്കുന്നു, നമ്മുടെ വിശ്വാസത്തോടുകൂടി ദൈവത്തെ പരീക്ഷിക്കുവാൻ. You know, He is always testing us, right? ദൈവം നമ്മളെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. Nowadays in the TV you see, you know, the students can test the teachers. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ പരീക്ഷിക്കാവുന്ന രീതി In the വന്നിരിക്കുകയാണ്. good old days, only the teacher could test the children. പണ്ടൊക്കെ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പരീക്ഷിച്ചിരുന്നത്. Now there is a reality program where the teachers are standing and the children are asking questions. എന്നാൽ ഇപ്പോൾ തിരിച്ചുള്ള സംഭവങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികൾ ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് The ചോദിക്കുന്നു. game is, are you smarter than a 10-year-old? Are you smarter than a 10-year-old? ഒരു 10 വയസ്സുള്ള വ്യക്തിയേക്കാൾ സ്മാർട്ട് ആണോ നിങ്ങൾ ചോദിക്കുന്നു. If some questions my children ask me, goodness, even if I don't know the answer, I'll say, I don't have time. ചില 10 വയസ്സുള്ള കുട്ടികൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി അല്ലെങ്കിൽ Don't you know that I so busy? You know, in my mind, goodness, I don't know that answer. ചിലപ്പോൾ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ തിരക്കാണെന്ന് അഭിനയിക്കാറുണ്ട്. But the children are smarter than us. They'll say, Dada, I know you don't know the answer. എന്നാൽ പിള്ളേർ നമ്മളെക്കാൾ മിടുക്കരാണ്, നമുക്ക് ആ ഉത്തരം അറിയുകയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കളിയാക്കാറുണ്ട്. Father is smarter than the children. I'll say, I know the answer. Tell me, what is the answer? The children are so innocent. They'll say, answer is 7. Did you know it? Yeah, I knew it. Gave up.
You know, sometimes we need to be smart than the children. ചിലപ്പോൾ നാം പിള്ളേരെക്കാൾ മിടുക്കരായിട്ട് You അഭിനയിക്കേണ്ടതുണ്ട്. know, God is always putting us to test. ദൈവം നമ്മളെ എപ്പോഴും പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു Why കൊടുക്കും. God is putting us to test? എന്തുകൊണ്ടാണ് നമ്മെ ദൈവം He പരിശോധിക്കുന്നത്? will teach you something and He wants to know whether you have learned it or not. ദൈവം നമ്മെ ചിലത് പഠിപ്പിച്ചതിന് ശേഷം അത് നാം പഠിച്ചൊന്ന് അറിയാൻ വേണ്ടിയാണ് പരിശോധിക്കുന്നത്. Some people never make a move up in life. ചിലര് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടൊരു പടി വെക്കുകയില്ല. Why? എന്തുകൊണ്ടാണ്? God is testing you so that you can go up. കാരണം ദൈവം പരിശോധിക്കുകയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. Either you don't come to that exam, ഒന്നുകിൽ നിങ്ങൾ ആ പരീക്ഷ കടന്നു വരികയില്ല, you call sick and sit home, നിങ്ങൾ അന്ന് സിക്ക് എടുത്ത് വീട്ടിലിരിക്കും, or you don't prepare for that exam. അല്ലെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയില്ല. It is not God who is failing you, you are failing yourself. ദൈവമല്ല നിങ്ങളെ തോൽപ്പിച്ച് കളയുന്നത്, നിങ്ങൾ സ്വയം തോൽക്കുകയാണ് അവിടെ. Because in a class of 50 students, if 49 pass and one fail, no problem with the teacher. 50 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരാൾ മാത്രം തോറ്റുപോയാൽ അത് അധ്യാപകയുടെ That the 50th student must think, goodness gracious, there is something wrong in my brain. ആ തോറ്റുപോയ വിദ്യാർത്ഥി ചിന്തിക്കണം, അവന്റെ കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്. God wants to put you up. So testing is there before a elevation. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് അവിടെ ഒരു പരീക്ഷയുണ്ട്. Some got elevation just because of grace and grace mark. ചിലർ കൃപ കൊണ്ട് മാത്രം, ഗ്രേസ് മാർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാറുണ്ട്. Here in New Zealand, children can go up to 10th standard without even studying anything. ഒന്നും പഠിക്കാതെ ന്യൂസിലൻഡ് 10ാം ക്ലാസ് വരെ പാസ്സായി പോകാം. 10th standard is the last. 10ാം ക്ലാസ് ആണ് അവസാനമായിട്ടുള്ളത്. Grace period gets over. ആ ഒരു കൃപയുടെ അവസരം അവിടെ തീരും. Then they see the question mark. They understand what is it, exclamation or question mark, they don't know. അപ്പോൾ അവര് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥ. And then they drop out, they are not there, they will be seen all over the place. അങ്ങനെയാണ് തുടർന്ന് പഠിക്കാൻ കഴിയാതെ അവർ So I'm telling you, testing is a process of elevation. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉയർച്ചയ്ക്ക് മുമ്പായിട്ട് വരുന്ന ഒന്നാണ് Do പരീക്ഷ. you want to be elevated? നിങ്ങൾക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹമുണ്ടോ? Ready to be tested. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ And വിധേയരാണ്. the testing of God is He gives us all the materials and then He puts us to test. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായവും തന്നിട്ടാണ് ദൈവം നിങ്ങളെ പരീക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നത്. He will not surprise you with a test. He will prepare you for a test. പെട്ടെന്ന് വന്ന് നിങ്ങളെ പരീക്ഷിക്കുകയല്ല, നിങ്ങളെ അതിനായിട്ട് പരീക്ഷിക്കേണ്ട ഒരുക്കിയിട്ടാണ് പരീക്ഷിക്കുന്നത്. These are preparation stages for a greater elevation. Church, I pray that we will all be ready for it. ആ ഒരു വലിയ ഉയർച്ചയ്ക്ക് മുമ്പായിട്ടുള്ള പരീക്ഷയുടെ സമയങ്ങളാണിത്. And now Gideon exceeds God's expectations, and God also does the miracle in the test. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഗിദെയോൻ ഉയരുകയാണ്. But God knows Gideon. എന്നാൽ ഗിദെയോനെ ദൈവത്തിന് അറിയാം. You tested me, did all those things, but still you're afraid, boy. പരീക്ഷിച്ചുവെങ്കിലും ഗിദെയോനെ പേടിയുണ്ട്. You know, sometimes we know God is with us, but still we don't want to jump into the water because one thing, you don't know swimming. പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഓരോ ചൂട് മുന്നോട്ട് വെക്കാൻ ഭയമാണ്. How many of you know swimming? നിങ്ങൾ എത്ര പേർക്ക് നീന്തൽ അറിയാം? Be honest. Jabba Singh knows. I saw him swimming. It was like, how many don't know swimming? Okay, Shobi, if I ask you, pastor is there with you, jump into the Pacific, will you do that? No. How much our not sure cell group leader is, he will use his brain. Pastor also doesn't know much swimming. How will I believe him and jump into the Pacific Ocean? പാസ്റ്റർ ഷോബിയോട് പസഫിക് ഓഷനിലേക്ക് ചാടുവാൻ പറഞ്ഞാലും പാസ്റ്റർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടത്തില്ല. കാരണം പാസ്റ്റർ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രം അവരുടെ കാര്യമാകുന്നില്ല. But you think an expert swimmer is telling you to jump. Still, I will not jump because I will think, man, this is super deep. My wife is there, my kids is there, that fellow will go. I better save my life. വളരെയധികം നീന്തൽ അറിയാവുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തി എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ ചാടുകയില്ല. Logically, we will not jump. കാരണം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചാടുവാൻ കഴിയില്ല. God knew Gideon, and what did God say to Gideon? Gideon, even when I tell you are not believing, so now you need to go into the Midianites camp. You will hear something what they are telling. ദൈവത്തിന് അങ്ങനെ മനസ്സിലായിട്ട് ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ലല്ലോ, നിനക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നീ മിദ്യാന്റെ പാളയത്തിനിടയിലേക്ക് പോകണം. So before that story happens, ആ സംഭവത്തിന് മുമ്പ് Gideon called up all the people together and said, we need to go. How many thousands of people joined for that battle, you know? അതിനു മുമ്പായിട്ട് ഗിദെയോൻ എല്ലാ വ്യക്തികളെയും വിളിച്ചുകൂട്ടി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. He had tons and thousands of people, near about 30,000 people. അവൻ ഏകദേശം 30,000 ആളുകളെ വിളിച്ചുകൂട്ടി.
30,000 people 30,000 ആളുകൾ for going against the Midianites. മിദ്യാന്യർക്ക് വിരോധമായി പോകുവാൻ He's വേണ്ടി. not a weak fellow there. He's a very strong. He could bring 30,000 people together. അവൻ ഒരു ബലഹീന വ്യക്തിയല്ല, അവൻ 30,000 വ്യക്തികളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. But God said, you need to tell these fellows one thing. Anybody who is afraid, go back. എന്നാൽ ദൈവം പറഞ്ഞു അവരോട്, നീ ഇങ്ങനെ പറയണം, ഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. Everybody say, anybody who is afraid, go back. ഭയമുള്ളവരൊക്കെ മടങ്ങിപ്പോകട്ടെ. 30,000 people with army clothes are standing. 30,000 പേര് അവിടെ നിൽക്കുകയാണ്. And then Gideon says, anybody who is afraid, go back. അപ്പോൾ ഗിദെയോൻ പറയാണ്, ഭയമുള്ളവർക്കൊക്കെ മടങ്ങിപ്പോകാം. How many people went? എത്ര പേര് മടങ്ങിപ്പോയി? 20,000 people went back. 20,000 പേര് മടങ്ങിപ്പോയി. Man, when we see big church, big congregation, we don't think that everybody is having faith, okay? നമ്മൾ വലിയ വലിയ ചർച്ചകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് എല്ലാവർക്കും ഒരേ വിശ്വാസമുണ്ടെന്ന്. If I say, fellows in this church, if you are afraid, go back because I'm going to pray for a demon, I think half of the church will go off. ഞാനിവിടെ ഭൂതമൊഴിപ്പിക്കൽ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഭയമുള്ളവർക്കൊക്കെ മടങ്ങിപ്പോകാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പകുതി പേര് മടങ്ങിപ്പോകും. The half will stand to see what is happening. ബാക്കി പകുതി പേര് എന്താണ് സംഭവിക്കുന്നത് കാണാൻ വേണ്ടി നിൽക്കും. If I say, come and place your hand, pastor, my child is in kindy, pastor, I'll go and pick the child and come. എന്നാൽ ഞാൻ നിങ്ങളോട് ഇവിടെ കടന്നു വന്ന ആ വ്യക്തിയുടെ മേൽ കരം വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരും We are all afraid people. Many times we are afraid. നമുക്കെല്ലാം ഭയമുള്ളവരാണ്. This 20,000 people were afraid, they went back. 20,000 പേര് ഭയമുള്ളവരായിരുന്നു, അവർ മടങ്ങിപ്പോയി. Now 10,000 people. ബാക്കി 10,000 പേരുണ്ട്. God said, these fellows also are too much. ദൈവം പറഞ്ഞു ഇവരും അധികമാണ്. The plan of God. The plan of God. ദൈവത്തിന്റെ പദ്ധതി. God is telling 10,000 people also are too many to go for that battle. ദൈവം പറയുകയാണ്, ആ യുദ്ധത്തിന് പുറപ്പെടുവാൻ വേണ്ടി 10,000 പേരും അധികമാണ്. If God says to me, I said, God, you don't know battle. That is the reason you are telling. എന്നോടാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് യുദ്ധം അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. I know who the Midianites and we are staying in the bush and we are staying in the caves because we are afraid of those fellows. എനിക്ക് മിദ്യാന്യർ ആരാണെന്ന് അറിയാം, അവരെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഗുഹകളിൽ പോയി പാർത്തത്. So 10,000 people I need. എനിക്ക് അതുകൊണ്ട് 10,000 പേര് വേണം. Chapter number 7, verse number 2. 7-ാം അധ്യായം 2-ാം വാക്യം. You have too many men. I cannot deliver Midianites into their hands, or Israel will boast against me. നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് This is the പറയാതിരിക്കരുത്. language of God. God is telling, they will say, with our strength we won the battle. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്ന് അവർ പറയും. Sometimes God will not give you jobs in your first interview. Why? ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ദൈവം ചിലപ്പോൾ ജോലി തരികയില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? Then you'll rely on your power. അങ്ങനെ വന്നാൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ I ആശ്രയിക്കും. said and I got it. ഞാൻ പോയി, അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. I did my good and I got it. ഞാൻ നന്നായിട്ട് ഇന്റർവ്യൂവിന് പോയി, അതുകൊണ്ട് എനിക്ക് ജോലി When കിട്ടി. you go for 100 interviews and get all rejections, then you understand, man, this is something serious. നിങ്ങൾ 100 ഇന്റർവ്യൂവിന് പോയിട്ട് ഒന്നിനും നിങ്ങൾക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇച്ചിരി പ്രശ്നമാണെന്ന്. There was one pastor here from Dubai. He was the manager of Lord's Bank for near about 16 years. 16 വർഷം ലോർഡ്സ് ബാങ്കിന്റെ മാനേജർ ആയിരുന്ന ഒരു വ്യക്തി, ഒരു പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. Lord's Bank is the biggest bank ever. ലോർഡ്സ് ബാങ്ക് വളരെ വലിയൊരു ബാങ്ക് ആയിരുന്നു. He was the bank manager in Dubai. അദ്ദേഹം ദുബായിൽ ആ ബാങ്കിന്റെ മാനേജർ ആയിരുന്നു. When he came here, ഇവിടെ അദ്ദേഹം കടന്നു വന്നപ്പോൾ he said, ANZ, BNZ, ANC, easy. ഇവിടുത്തെ ബാങ്കുകളൊക്കെ വളരെ എളുപ്പമാണ് ജോലി കിട്ടാനെന്ന് വിചാരിച്ചു. Experience is super high. കാരണം വളരെ വലിയ പരിചയം അദ്ദേഹത്തിനുണ്ട്, ജോലി In my പരിചയം. CV, Lord's Bank is there. എന്റെ CV ലോർഡ്സ് ബാങ്ക് ഉണ്ട്. Applied for 200 jobs. 200 ജോലിക്ക് അപേക്ഷിച്ചു. Everybody saying overqualified. എല്ലാവരും പറഞ്ഞു നിനക്ക് യോഗ്യത കൂടുതലാണ്. It is not that you are not able, you are overqualified. നിനക്ക് യോഗ്യത ഇല്ലെന്നല്ല, നിങ്ങൾക്ക് യോഗ്യത കൂടുതലാണെന്ന് പറഞ്ഞു. They said Dubai is a different thing, but here different thing happens. ദുബായ് വ്യത്യസ്തമാണ്, ഇവിടെ വ്യത്യസ്തമാണ്. Then poor man, after a long talk, I also told him, Pastor, you need to apply for small jobs. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ചെറിയ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണം. Take away the experience of Lord's Bank. നിങ്ങൾ ലോർഡ്സ് ബാങ്കിന്റെ ആ പ്രവൃത്തി പരിചയം നിങ്ങൾ എടുത്തു കളയണം. Apply without the Lord's Bank's experience. ലോർഡ്സ് ബാങ്കിന്റെ പ്രവൃത്തി പരിചയം എടുത്തു കളഞ്ഞിട്ട് അപേക്ഷിക്കണം. Then he got a job in St. Luke's in Lotus Bank. അതിനുശേഷം ലോട്ടസ് ബാങ്കിൽ സെന്റ് ലൂസിൽ അദ്ദേഹത്തിന് ജോലി If ലഭിച്ചു. you know what Lotus Bank is, probably you know it is one cabin small and it is sitting there with a little bit of dollars. ലോട്ടസ് ബാങ്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ബാങ്കാണ്.
No, he's not here, okay? Don't go and see in Lotus Bank. He's gone over because he's had enough of New Zealand. He left it. ഇന്ന് അദ്ദേഹം ന്യൂസിലൻഡിലില്ല, അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയി. So I'll tell you, experiences may not make us what we are. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പരിചയം നമ്മളെ ഉയർത്തുകയില്ല. Our experiences will be cut off by God because glory belongs to God. നമ്മുടെ പരിചയങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റും, കാരണം മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. He wants the glory. ദൈവത്തിന് മഹത്വം God ആവശ്യമാണ്. says, you fellows, 10,000 are too many. ദൈവം പറയുന്നു 10,000 പേര് അധികമാണ്. Now the check for the next group of people. അടുത്ത വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള When പരീക്ഷയാണ്. they're going to drink water, observe Gideon, I have some people for you. അത് അവർ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ഗിദെയോനെ, നീ അവരെ ശ്രദ്ധിക്കണം, ഞാൻ ചിലരെ തിരഞ്ഞെടുക്കാൻ There പോവുകയാണ്. are two categories of people they are going to drink. രണ്ട് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. God is making the selection now. ദൈവം അവിടെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. See, the plan of God is going to prevail. ദൈവത്തിന്റെ പദ്ധതി അവിടെ നിറവേറാൻ Gideon's പോവുകയാണ്. plan was with 10,000 people, I'm going to fight. ഗിദെയോന്റെ പദ്ധതി 10,000 പേരുമായി ചേർന്ന് യുദ്ധത്തിന് പോകാനായിരുന്നു. But God is telling, I am going to do the selection. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ചില തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. Now, who is going near the water and drinking water like a dog, they are going to be selected. ആരൊക്കെ വെള്ളത്തിൽ കടന്നുപോയി നായ വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്നോ അവരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. If I allow you to go to some place and ask you to drink water, ഞാൻ നിങ്ങളോട് ചില ഇടങ്ങളിൽ പോയി വെള്ളം കുടിക്കുവാൻ പറഞ്ഞാൽ you will never drink like this. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വെള്ളം കുടിക്കുകയില്ല. I'll say how they did it. They went down, got the water in the hand, they licked the water. അവർ ഇതുപോലെ വെള്ളം കോരി എടുത്ത് കുടിക്കുകയായിരുന്നു. Will you do that? നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? God made 300 people to do that. ദൈവം 300 പേര് അങ്ങനെ ചെയ്യുവാൻ ദൈവം ഇടവരുത്തി. Out of the 10,000, only 300 passed the test. ആ 10,000 പേരിൽ 300 പേര് മാത്രമാണ് ഈ പരീക്ഷ ജയിച്ചത്. And God said to Gideon, this people are good enough. ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഇത്ര മാത്രം ആൾക്കാർ മതി. What a horrible story, eh? ഈ എത്ര ഭയങ്കരമായ കഥയാണ്. From 30,000, 20,000 went. In the 10,000, all the others went. Only 300 are left behind. മൊത്തം 30,000 പേരുള്ളത് 10,000 ആയി ചുരുങ്ങി, പിന്നെ അതിൽ 300 ആയിട്ട് ചുരുങ്ങി. Now Gideon understood. Now I don't need my sword. I don't need anything. Bring some pots. ഇപ്പോൾ ഗിദെയോന് മനസ്സിലായി, എനിക്ക് വാളും പരിചയം ഒന്നും വേണ്ട, ചില കുടങ്ങൾ മാത്രം മതി. With 300 people, what are you going to do? 300 പേരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? Get some water from there. ചില കുറച്ച് വെള്ളം മാത്രം. However, we are going to be defeated. Better go take a pot, drink some water, die there. എന്തായാലും നാം തോൽക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ചില കുടങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളം കൊണ്ടുവരിക. God did not say to take the pot, but Gideon took the pot. ദൈവം പറഞ്ഞില്ല ആ കുടങ്ങൾ എടുക്കാൻ, പക്ഷെ ഗിദെയോൻ പോയി എടുത്തു. You see the mindset of Gideon now? അവന്റെ ചിന്താഗതി നമ്മൾ ആലോചിച്ച് നോക്കണം. If God doesn't want people, he doesn't want a knife also. ദൈവത്തിന് വ്യക്തികളെ ആളുകളെ ആവശ്യമില്ലെങ്കിൽ ദൈവത്തിന് കത്തിയും ആവശ്യമില്ല. Take pots and they went for the battlefield. അവർ അങ്ങനെ കുടങ്ങളുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. But even if you put God into test, that earthen vessel is good to win a battle for God. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ആ കുടങ്ങൾ മതി നിങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്. And 300 people went there. All the others, these fellows are with swords and everything. These fellows with some earthen pots. You can imagine 300 people laughing at Gideon. ഈ കുടങ്ങളുമായിട്ട് പോയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ 300 പേര് ഗിദെയോനെ നോക്കി ചിരിക്കുന്ന Gideon, what are we going to do? ഗിദെയോനെ നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? What are you going to do? നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? If God says take just don't take pen and pencil for exam, what are you going to do in the exam? നിങ്ങൾ പറയുകയാണ് പേനയും പേപ്പറും ഇല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? If I tell to Robin, you are going to cut some hair, don't take the scissor, what on earth he will do? ഞാൻ റോബിനോട് പറയാണ്, നീ മുടി വെട്ടാൻ പോകുമ്പോൾ കത്രിക എടുക്കരുത് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? Can he chop the teeth? No, with the teeth he can't cut the hair, right? പല്ലുകൊണ്ട് നിങ്ങൾക്ക് മുടി മുറിക്കാൻ കഴിയില്ലല്ലോ. You know, every job has its own instruments. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. But for victory, God doesn't want any instruments. എന്നാൽ നിങ്ങൾക്ക് Hallelujah. തരുവാൻ വേണ്ടിയിട്ട് ഒരു ആയുധം Even with a pot, my God can give a victory. ആ കുടകൾ കൊണ്ട് പോലും ദൈവത്തിന് നിങ്ങൾക്ക് ജയം തരാൻ കഴിയും. Without your degree, God can give you a job. നിങ്ങളുടെ ഡിഗ്രി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലി തരാൻ ദൈവത്തിന് Without കഴിയും. your experience, God can give you a job. പ്രവൃത്തി പരിചയം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലി തരാൻ ദൈവത്തിന് Without സാധിക്കും. any influence, you can get your PR. ഒരു സ്വാധീനവും ഇല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ PR തരാൻ കഴിയും. Without your ovary or anything, God can give you a baby. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവത്തിന് അത്ഭുതമായി തരാൻ കഴിയും. Without your strength, my God can do a miracle. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. That is called a miracle. അതാണ് അത്ഭുതം എന്ന് You പറയുന്നത്. don't have any part. God is having every part. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ദൈവമാണ് മുഴുവൻ ചെയ്യുന്നത്. Gideon's journey is a journey of a miracle.
ഗിദെയോന്റെ യാത്ര അത്ഭുതത്തിന്റെ യാത്രയായിരുന്നു. Are you ready to stand up like Gideon? നിങ്ങൾക്ക് ഗിദെയോനെ പോലെ നിൽക്കുവാൻ ആഗ്രഹമുണ്ടോ? Are you ready to become a fool in front of the people? മനുഷ്യരുടെ മുമ്പിൽ ഒരു വിഡ്ഢിയായി തീരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Are you ready to take up the challenge that comes upon you? നിങ്ങളുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? My God will never put you to shame. നിങ്ങളെ ഒരിക്കലും ദൈവം നാണിപ്പിക്കുകയില്ല. If God has visited you once, He will not leave you without giving you a victory. നിങ്ങൾക്ക് ജയം തരാതെ ദൈവം നിങ്ങളെ വെറുതെ വിടുകയില്ല. If you have been selected by God, the victory also belongs to God. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ജയം നിങ്ങളുടേതാണ്. Even if you don't like it, my God will make you a victorious person. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ ഒരു ജയാളിയായിട്ട് ദൈവം മാറ്റുക തന്നെ ചെയ്യും. Now Gideon and the 300 people, they were ready. അങ്ങനെ ഗിദെയോനും 300 പേരും അവര് തയ്യാറായി നിൽക്കുകയാണ്. Now God says to Gideon, Gideon, this night you go to the enemy camp. അങ്ങനെ യഹോവ അവരോട് പറയാണ്, ഇന്ന് രാത്രി നീ ശത്രുപാളയത്തിലേക്ക് കടന്നു Hear പോകുക. what they are talking. അവർ പറയുന്നത് നീ ശ്രദ്ധിക്കണം. Then you will be motivated. അപ്പോൾ നിനക്ക് ഉത്സാഹമുണ്ടാവും, He ധൈര്യം went to ഉണ്ടാവും. the enemy camp with one more friend of his, very nice fellow. അവനൊരു സുഹൃത്തുമായിട്ട് ശത്രുപാളയത്തിലേക്ക് കടന്നുപോയി. So in the enemy camp, somebody saw a vision. ആ ശത്രുപാളയത്തിൽ ആരോ ഒരാൾ ഒരു ദർശനം, ഒരു സ്വപ്നം കണ്ടു. And the dream was one bread is coming and hitting. ആ സ്വപ്നത്തിലെ ഒരു വലിയ അപ്പം കടന്നു വന്ന് ഇടിക്കുകയാണ്. And another friend is interpreting the dream. മറ്റൊരു സുഹൃത്ത് ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. And he said that bread, do you know who that bread is? It is Gideon the bread. അത് ആരാണെന്ന് അറിയാമോ? അത് ഗിദെയോനാണ് ആ അപ്പമായി തീർന്നത്. Who is hearing this? ആരാണ് ഇത് കേൾക്കുന്നത്? Gideon and his friend is overhearing it. ഗിദെയോനും അവന്റെ സുഹൃത്തും അത് കേൾക്കുകയാണ്. Now he understands God has given vision to the enemy to talk to Gideon. അപ്പോൾ ഗിദെയോന് മനസ്സിലായി ദൈവം ശത്രുവിന് സ്വപ്നം കൊടുത്തു ഗിദെയോനോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടെന്ന്. God can use the doctor to increase your faith. നിങ്ങളുടെ ഡോക്ടറെ ഉപയോഗിക്കാൻ സാധിക്കും. God can use your teacher to increase your faith. ഒരു ടീച്ചറെയോ ഡോക്ടറെയോ ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ What you are fearing, that person can talk and your faith can increase. ആ വ്യക്തി സംസാരിക്കുന്നത് കേട്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനിടയായി തീരും. Are you ready to hear what God is telling? ദൈവം പറയുന്നത് കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? If you are not ready, sometimes your enemy also will motivate you. നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ശത്രു പോലും നിങ്ങളെ ഉത്സാഹിപ്പിക്കും. That motivation is for the doom of that enemy only. അത് ശത്രുപാളയത്തിൽ നിന്നായിരിക്കാം വരുന്നത്. Hallelujah. Hallelujah. Now Gideon understood that battle belongs to us. അപ്പോൾ ഗിദെയോന് മനസ്സിലായി യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. The victory belongs to us. ജയം യഹോവയ്ക്ക് The next chapter, they did not use anything. They broke the earthen pots. അടുത്ത ചാപ്റ്ററിൽ പറയുന്നു അവര് മറ്റൊന്നും ചെയ്തില്ല. Amazing story. I'll tell you. Gideon looked like an idiot. He told, now break the pots. അവർ ആ കുടങ്ങളെ ഉടയ്ക്കുക മാത്രമാണ് ചെയ്തത്. When the pots was broken, അങ്ങനെ കുടങ്ങൾ ഉടയപ്പെട്ടപ്പോൾ God brought confusion in the Midianite camp. ശത്രുപാളയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. They started to fight against each other. അവർ പരസ്പരം വെട്ടുവാൻ തുടങ്ങി. And they started to run. അവർ ഓടിപ്പോവാനിടയായി. Once running starts, you know you are winner. അവർ ഓടിക്കഴിയുമ്പോൾ നമുക്കറിയാം നാം ജയിച്ചുവെന്ന്. This is how God will do it for you. അങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. My God is a mighty God and his plans will prevail. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്, അവന്റെ പദ്ധതികൾ You don't need to do anything. The enemy will start running in front of you. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശത്രു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാനിടയായി തീരും. Once the enemy runs, the blessing is always following you. അങ്ങനെ ശത്രു ഓടി പോകുമ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം വീഴുകയാണ്. Once the enemy is defeated, Gideon becomes the next judge of Israel. അങ്ങനെ ശത്രു പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഗിദെയോൻ അവിടെ അടുത്ത The Bible says the 40 years Gideon ruled over Israel, there was peace in the land. വചനം പറയും 40 വർഷം ഗിദെയോൻ അവിടെ വാണു. What a mighty story we were hearing from these വലിയ ഒരു chapters. കഥയാണ് നാം കേൾക്കുന്നത്. One man who just obeyed the voice of God. ദൈവത്തിന്റെ വാക്കനുസരിച്ച ഒരു വ്യക്തി, To obey the plan of God. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസൃതമായി To നടന്ന put വ്യക്തി, away his ego. അവന്റെ ഈഗോ എല്ലാം മാറ്റിവെച്ച്, To put away his learnings. അവന്റെ പരിചയമെല്ലാം To മാറ്റിവെച്ച്, throw away his fears. അവന്റെ ഭയമെല്ലാം എടുത്തു കളഞ്ഞ് Just obey the plan of God. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് Can we stand up and say, God, let your plan prevail? നമുക്ക് എടുത്ത് പറയാം, കർത്താവേ അങ്ങയുടെ പദ്ധതികൾ Come on, everybody standing up and saying, God, let your plan prevail, Lord. പറയാം, കർത്താവേ അങ്ങയുടെ പദ്ധതികൾ നിറവേറണം. I know Gideon is just like me and you. എനിക്കറിയാം ഗിദെയോൻ നമ്മെ പോലൊരു വ്യക്തിയായിരുന്നു. We are afraid of our situation. നമ്മുടെ സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടുന്നു. We know the enemy is greater than us in many aspects. നമ്മളെക്കാൾ ശക്തിയുള്ളതാണ് നമ്മുടെ ശത്രു എന്ന് നാം വിശ്വസിക്കുന്നു. The situation that you and I are more demanding than we think. നമ്മുടെ സാഹചര്യം വളരെ പ്രയാസമുള്ളതാണ്. We are in a foreign country. നമ്മുടെ അന്യദേശത്താണ്. You are from Colombia, we are from Sri Lanka, we are from Africa, we are from India, we are from Fiji, different parts of the world. നമ്മൾ മറ്റ് വിവിധ രാജ്യങ്ങളിൽപ്പെട്ടവരാണ്. Even Malaysia we are. മലേഷ്യയിൽ നിന്നുള്ളവരും ഉണ്ട്. We have different
things that we go through in our life. നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. We are competing against some talented people. നാം വളരെ കഴിവുള്ള വ്യക്തികളുമായിട്ടൊക്കെയാണ് മത്സരിക്കുന്നത്. We are competing against the immigrations here. നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷനുമായിട്ട് മത്സരിക്കുകയാണ്. We are competing against a small population here. നാം ചെറിയ ഒരു വിഭാഗം ആളുകളുമായിട്ട് മത്സരിക്കുകയാണ്. Let us not be afraid. My God is going to give us victory. നാം ഭയപ്പെടരുത്, ദൈവം നമ്മളെ ജയാളികളാക്കുവാൻ Let പോകുകയാണ്. the fear vanish from our camp in Jesus' name. നാമിൽ നിന്ന് നമ്മുടെ ഭയം പുറപ്പെട്ടു പോകട്ടെ. I want everybody to be a victorious person like Gideon. ഇതിനെ പോലെ നാം എല്ലാവരും ജയാളികളായി തീരണം. There may be fear, but overcome the fear. ഭയം ഉണ്ടായിരിക്കാം, പക്ഷെ നാം അതിനെ അതിജീവിക്കണം. You may have a problem. Let us overcome the problem. ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ നാം അതിനെ അതിജീവിക്കണം. Let us not rely on our muscle power. നമ്മുടെ ശക്തിയിൽ നാം ആശ്രയിക്കരുത്. Let us not rely on our influence. നമ്മുടെ സ്വാധീനത്തിൽ നാം ആശ്രയിക്കരുത്. Let us not let us not try to influence anybody else because we are called. നാം മറ്റാരെയും സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല, കാരണം നാം വിളിക്കപ്പെട്ടവരാണ്. God will select people and give them to us. ദൈവം ആളുകളെ തെരഞ്ഞെടുത്ത് നമുക്ക് തരും. I don't run behind people. ഞാൻ വ്യക്തികളുടെ പുറകെ ഓടാറില്ല. I don't go behind people. ഞാൻ ആളുകളുടെ പിന്നാലെ പോകാറില്ല. I know running behind people is a very futile exercise. ഞാൻ ആരുടെയും പുറകെ പോയി സഹായം ചോദിക്കാറില്ല. Why? I'll tell you, if God doesn't want them in my life, running behind them is of no use. കാരണം ദൈവത്തിന് ആ വ്യക്തികളെ എന്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല. But if somebody is wanting by God to be used here, I always am there for them. എന്നാൽ ആരെങ്കിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവരുടെ പുറകെ പോകും. I always know the plan that you are here in Bethel Assemblies of God Church is for a greater purpose. നിങ്ങൾ ചില വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ദൈവം ഈ സഭയിൽ ആക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. You are never going to be defeated. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. Say loudly, I am never going to be defeated. ഉറക്കെ പറയാം, ഞാൻ ഒരിക്കലും പരാജിതനായി പോകുകയില്ല. I am going to overpower the Midianites. ഞാൻ മിദ്യാനരുടെ മേൽ ജയമെടുക്കും. I am going to overpower the enemy camp. ഞാൻ ശത്രു പാളയത്തിന്റെ മേൽ ജയമെടുക്കും. I am going to be the ruler in Jesus' name. ഞാൻ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. Again, I will not go to the wine press and threshing my wheat, but I will live without fear. ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. I am going to do greater things for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. Today I can see some Gideons here. ഇവിടെ ചില God is telling, I have selected you. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. You may not know you are strong, but God says you are strong. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നിങ്ങൾ ശക്തരാണെന്ന്, പക്ഷേ ദൈവത്തിന് അറിയാം നിങ്ങൾ ശക്തരാണ്. You may not know you love Jesus, but God says you love Jesus. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ദൈവം പറയുന്നു നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. Some people say I am in the church because everybody is in the church. പറയും ഞാൻ സഭയിൽ പോകുന്നു, എല്ലാവരും സഭയിൽ പോകുന്നത് But മാത്രമാണ്. I'll tell you, you are not here in an accident plan. You are God's controlled plan. നിങ്ങൾ അബദ്ധവശാൽ ഇവിടെ വന്നതല്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇവിടെ വന്നതാണ്. You may tell 100 stories to me. നിങ്ങൾ നൂറുകണക്കിന് കഥകൾ എന്നോട് പറഞ്ഞേക്കാം. Gideon could say 100 stories. ഗിദെയോനും അങ്ങനെ തന്നെ ചെയ്തു. But God's plan was there on Gideon. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഗിദെയോന്റെ മേലുണ്ടായിരുന്നു. From a fearful man, a mighty warrior emerged. ഒരു ഭയമുള്ള വ്യക്തിയിൽ നിന്നും ഒരു പരാക്രമശാലി ഉടലെടുക്കുകയാണ്. When God says, just receive it in your heart completely. ദൈവം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ അതിനെ സ്വീകരിക്കുക. You can make it or you can break it. നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കുവാനോ തച്ചോടിച്ച് കളയുവാനോ സാധിക്കും. You can be in the place where you are forever and ever, or you can be in an elevated place because God will give you that strength. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് എന്നേക്കുമായിട്ട് ആയിരിക്കാനും കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉയർച്ച പ്രാപിക്കാനും I കഴിയും. pray everybody who is hearing this word this morning will just sacrifice your plans for the plans of God. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരും നിങ്ങളുടെ പദ്ധതികളെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. The decision that you make is a decision that will change your fortune. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കും. This decision that you are going to take right now is going to be a blessing upon your generation. നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ തലമുറകളുടെ മേൽ അനുഗ്രഹമായി തീരും. You are going to rewrite history. നിങ്ങൾ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ പോവുകയാണ്. You are going to change the situation. നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ മാറ്റുവാൻ പോവുകയാണ്. And I want everybody to be that here in Bethel. ഈ സഭയിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Father, in the name of Jesus, I want to pray this morning a simple prayer for my brother, for my sister. I pray, Lord, your plans will prevail upon them. Your hand will be lifted upon them, Father, Lord. They will never become a tail, but rather become a head. All their fear vanish in Jesus' name, and your plans will prevail. And the plan that you have for them, no eyes have seen, no ear has heard, no minds have perceived, because your plans for us are higher, Lord. And I release that higher plans upon your children in Jesus' name, Father, Lord. Whatever they are praying,
Lord, I pray they will excel. They will excel. They will excel in Jesus' name. Thank you, Lord. Bless you, Lord. In Jesus' mighty name we pray.